എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാലത്ത് പ്രായഭേദമന്യേ എല്ലാവർക്കും വളരെ പെട്ടെന്ന് മുടി നരച്ച് കാണാറുണ്ട്. ചിലർക്കത് മാനസിക പ്രയാസങ്ങൾ വളരെയേറെ നൽകുന്ന ഒന്നാണ്. ആ മുടിനര എങ്ങനെ നമുക്ക് പെർമനൻ്റായി ഇല്ലാണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നര മാറ്റാനായി ഇന്നത്തെ വീഡിയോക്കകത്ത് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് തണ്ണിമത്തൻ്റെ തോട് കൊണ്ടുള്ളതാണ്. ഇതിൻ്റെ ഈ ഒരു വെള്ള ഭാഗത്ത് ധാരാളം സിട്രിനും ഫൈബറും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ രക്തയോട്ടം മെച്ചപ്പെടുത്താനും BP കുറയ്ക്കാനും അതുപോലെ അമിതഭാരം കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. ഇത് നമുക്ക് ജ്യൂസ് അടിച്ചിട്ട് അല്ലെങ്കിൽ തോരൻ വെച്ചിട്ടോ സാലഡിൽ ഇട്ടിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. തണ്ണിമത്തൻ്റെ ചുമന്ന ഭാഗത്തേക്കാൾ കൂടുതൽ വെള്ള ഭാഗത്ത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഇത് ചർമ്മ സംരക്ഷണത്തിനും ഉപയോഗിക്കാവുന്നതാണ്. ഇത് വെച്ച് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുത്താൽ കൈക്കും കാലിനും മുഖത്തും ഒക്കെ നല്ലൊരു തിളക്കം കിട്ടുന്നതാണ്. ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് മുഖത്ത് ചുളിവുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വെയിലൊക്കെ കൊണ്ടിട്ട് വരുന്ന സമയത്ത് ഇത് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു വൈറ്റ് കളറുള്ള ഭാഗം മാത്രം എടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി തൈരുമായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് പുരട്ടി കൊടുത്താൽ ചർമ്മത്തിന് നല്ല തിളക്കം കിട്ടുന്നതാണ്. ഇതുവരെയും ഇതുപോലെ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല അടിപൊളി റിസൾട്ട് തന്നെ നിങ്ങൾക്കും കിട്ടുന്നതാണ് കേട്ടോ. അടുത്ത ടിപ്പിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറിവേപ്പില മുടിയുടെ ആരോഗ്യത്തിന് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒന്നാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. കറിവേപ്പില നമ്മൾ ഡൈ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അത്രയൊന്നും മെനക്കെടാതെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മുടി കറുപ്പിച്ചെടുത്ത് മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഈ ഒരു വെള്ളം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഈ വെള്ളം ഇതുപോലെ അരിച്ചെടുത്ത് തണുത്തതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. ഇത് നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, സ്പ്രേ ബോട്ടിലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നാലും മതി. തലയോട്ടിയിലേക്ക് അത് നന്നായി ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. അതങ്ങനെ തന്നെ വിട്ടിരിക്കുക. പിന്നീട് വാഷ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് മുടിയുടെ നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന താരൻ, ചൊറിച്ചിൽ ഇതെല്ലാം മാറ്റാനും മുടിക്ക് സ്വാഭാവികമായിട്ടുള്ള കളറ് നിലനിർത്താനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുടി വളർച്ചയ്ക്കും വളരെ നല്ലതാണ്. അടുത്ത ടിപ്പിനായിട്ട് ഒരു കക്കരിക്കയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കക്കരിക്ക നമ്മൾ പച്ചടിയായിട്ടും സാലഡിനകത്തും ഒക്കെ ഇട്ട് ഉപയോഗിക്കാറുണ്ട്. വൈറ്റമിൻ K അടങ്ങിയിരിക്കുന്നത് കൊണ്ട് മുടി കരുത്തോടെ വളരാനും മുടിയുടെ ഫ്രിസ്നെസ് എല്ലാം മാറ്റി നല്ലൊരു മൃദുത്വം ലഭിക്കാനും മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് നിലനിർത്താനും സഹായിക്കുന്നതാണ്. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അരയ്ക്കുന്നതിന് മുന്നേ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ മിക്സായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തലയോട്ടിയിൽ കുളിക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് തേച്ച് കൊടുക്കാവുന്നതാണ്. ഇത് സ്കാൾപ്പ് വരളുന്നത് തടഞ്ഞ് നല്ല ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആഴ്ചയിൽ 2 തവണ ഇത് നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിലുള്ളവർക്ക് അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതാണ്. അതുപോലെ മുടിക്ക് നല്ല മൃദുത്വം ലഭിക്കുന്നതാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 30 മിനിറ്റ് നേരം തലയിൽ വച്ചിരുന്നതിന് ശേഷം ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ്. ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു റെമഡിയാണ് കേട്ടോ ഇത്. ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് ഒരു ഹെയർ ഡൈയുടെ ടിപ്പാണ് കേട്ടോ. നരച്ച മുടി എങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് കറുപ്പിച്ചെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു 2 സ്പൂൺ അളവ് മൈലാഞ്ചിപ്പൊടിയും 1 സ്പൂണ് നെല്ലിക്കാപ്പൊടിയും എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 സ്പൂൺ അളവ് നീലയമരി പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്ഥിരമായിട്ട് നീലയമരി ഹെന്ന ഉപയോഗിക്കുന്നവർക്ക് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇതിനകത്തേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന തുളസിയില, ഉണക്കനെല്ലിക്ക, സവോള, ബീട്രൂട്ട്, ഉലുവ, കരിഞ്ജീരകം, ചായപ്പൊടി ഇവയെല്ലാം ഉണക്കി പൊടിച്ചിട്ട് പൗഡറാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് തയ്യാറാക്കുന്ന വിധം നേരത്തെയുള്ള വീഡിയോയ്ക്കകത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ നമ്മുടെ മുടിക്ക് കളർ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പൗഡറാണ്. ഇനി ഇതിനകത്തേക്ക് ചായവെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് തൈര് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കെമിക്കൽ ഡൈ ഉപയോഗിച്ചിട്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ മുടി കറുപ്പിച്ചുള്ളവരാണെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നല്ല റിസൾട്ട് കിട്ടണമെന്നില്ല. 3-4 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ്.
ഇതുപോലെ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ നീലയമരി ഹെന്നയൊക്കെ ഉപയോഗിക്കുമ്പോൾ തലനീരിറക്കം ജലദോഷമൊക്കെ വരുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. കുറച്ച് രാസ്നാദിപ്പൊടി കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നീരിറക്കമോ ജലദോഷമോ ഒന്നും വരുന്നതല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ കുറച്ച് പൊടിയെടുത്ത് നെറുകയിൽ ഇട്ടതിന് ശേഷം ഈ ഒരു കൂട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നാലും മതി. അതുപോലെ തന്നെ നീലയമരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് മുഖം കറക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടി ഇത് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നെറ്റിയുടെ ഭാഗത്ത് നമ്മൾ കുറച്ച് വാസലിനോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ തേച്ച് കൊടുക്കുക. മുടിയിലല്ല, നെറ്റിയുടെ ആ ഒരു സൈഡിലായിട്ട്. അങ്ങനെ ചെയ്യുവാണെങ്കിലും കറുപ്പ് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ അധിക സമയം ഇവിടെ വെക്കുന്നില്ല. ഒരു 2 മണിക്കൂർ വെച്ചിരുന്നതിന് ശേഷം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നൈറ്റ് ഫുൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 മണിക്കൂറിന് ശേഷം ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെറ്റിയുടെ സൈഡിലൊക്കെ നരയുള്ള ഭാഗത്ത് നല്ലപോലെ തന്നെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു 2 മണിക്കൂർ അങ്ങനെ തന്നെ വെച്ചിരുന്നതിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കവർ വെച്ച് നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാവുന്നതാണ്. കളർ ഇതുപോലെ ചേഞ്ചായി വരുന്നതിന് ശേഷം മാത്രമേ നമ്മളിത് കഴുകി കളയാവുള്ളൂ. മാക്സിമം 2 മണിക്കൂർ വെക്കുക. കഴുകിയതിന് ശേഷമുള്ള റിസൾട്ടാണിത്. നിങ്ങൾക്ക് ഇന്നത്തേൽ ഏതെങ്കിലും ഒരു ടിപ്പ് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.